ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. റെഡ് സ്നാപ്പർ അല്ലെങ്കിൽ ചെമ്പല്ലി എന്നുള്ള മീനാണ് നമ്മളിന്ന് വറുത്തെടുക്കാൻ പോകുന്നത്. നമുക്ക് കേരള സ്റ്റൈലിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ സ്നാപ്പറിന് നല്ല കട്ടിയുള്ള സ്കെയിലിങ്സ് ആണുള്ളത്. അതിൻ്റെ ചെതുമ്പൽ ഒത്തിരി കട്ടി ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് സമയം എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കളഞ്ഞ് നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മീൻ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം. മസാല ചേർക്കാനായിട്ട് ഞാനൊരു മസാല പേസ്റ്റ് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ചൂര ഫ്രൈഡ് റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് നാൾ മുമ്പാണ്. അപ്പോൾ അതിൽ ഉപയോഗിച്ച അതേ മസാല തന്നെയാണ്. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്ര മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിൻ്റെ അളവുകൾ നമ്മൾ ആദ്യം സ്ക്രീനിൽ കണ്ടതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. വളരെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് മസാല മിക്സ് ചെയ്യാം. ഇതുപോലെ ഒരു പേസ്റ്റ് ആക്കി എടുക്കണം. എന്നിട്ട് നമ്മളത് മീൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല പുരട്ടി വെച്ച ശേഷം നമ്മളൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അത് മസാല മീനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണിത്. തലേ ദിവസം നിങ്ങൾ പുരട്ടി വെക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് പുറത്തെടുത്ത് വയ്ക്കുക. ഒരു ഇരുമ്പ് പാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ ഓരോരോ മീൻ കഷ്ണങ്ങൾ അതിൽ അടുക്കി കൊടുക്കുകയാണ്. ഇത് ഒരുപാട് എണ്ണ വെച്ച് ഫ്രൈ ചെയ്തും എടുക്കാം, പക്ഷേ അത്രയും എണ്ണ പിന്നെ നമ്മൾ റീയൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ മതി. മീനും നന്നായിട്ട് വറുത്ത് കിട്ടും. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉൾവശം വരെ നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മൾ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് എടുക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മൊരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചെമ്പല്ലി അല്ലെങ്കിൽ റെഡ് സ്നാപ്പർ വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.